അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകുമായിരുന്നു. അതിന്റെ അത്യാവശ്യം ഞാൻ ഇവിടുത്തെ ഇത് പെറ്റി അടച്ചിട്ട് നീ അത്യാവശ്യം എന്തിനാ വിളിച്ചെന്നോ? എന്തിനാ വിളിച്ചേ? ഇവിടെ ചോറ് വിളമ്പി വെച്ചേക്കുന്നു ഉണ്ണാന്. അല്ല എന്ത് വരും, ഞങ്ങൾ അത്യാവശ്യം ഒരു സ്ഥലം വരെ. എന്ത് അത്യാവശ്യം? എന്താണ് മനസ്സിലായി? മറ്റേ ഇങ്ങോട്ട് അല്ല സാറേ ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കടാ. അത് വേണോ? വേണം, അത് വേണം. ഇത് ഞങ്ങൾ ഇങ്ങനെ എടുക്കുവാ. അത് വേണ്ട സാറേ. സാറെടുത്തു പറഞ്ഞു. സാറെടുക്കോ? സാറെടുത്തോ? ഞാൻ നമുക്ക് പോടി. ഇങ്ങോട്ട് മാറിക്കണം. എന്താ സാറേ? ഇത് ഞാൻ എടുത്തോളാം. സാറെടുത്തോ? സ്വന്തം മകനെ ഞാൻ എടുത്തോട്ടെ. അയ്യോ സാറേ, ഞങ്ങളിത് കളയാൻ കൊണ്ടുപോകും സാറേ. നിങ്ങൾക്ക് ഒരു സ്ത്രീയാണോ? നിങ്ങളൊരു അമ്മയാണോ? സ്വന്തം കുഞ്ഞിനെ കൊണ്ട് കളയാൻ പോവാണെന്ന്? കുഞ്ഞോ? പിന്നെന്തുവാ ഇത്? ചാക്കിനകത്ത് കൊണ്ടുവന്ന് ഇതെന്താ സംഭവം അറിയോ? ഹെൽമെറ്റ് വെക്കാതെ 3 പേര് പോകാൻ പറ്റില്ല. അതിനുള്ള അടവാണ്. അയ്യോ സാറേ, അങ്ങനല്ല. ഇത് ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് ആണ്. ഇത് എവിടെ കൊണ്ട് കളയണമെന്ന് വിചാരിച്ച് ഞങ്ങള് ഇങ്ങനെ നടക്കുക. അഴിക്കടാ. അഴിയടാ, ഞാൻ പറയുന്നോട്ടെ. സാറേ ഇത് നാറും സാറേ. കുഞ്ഞുങ്ങളെ നിങ്ങൾ സാറിനെടുക്കാൻ നടക്കത്തില്ല. പറഞ്ഞേക്കാം. വീഡിയോ എടുത്തോളാം. ഭാര്യയും ഭർത്താവും കുട്ടികളെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. മോനെ അനിയന്റെ കല്യാണം അല്ല, അവിടുത്തെ മൊത്തം വേസ്റ്റ് ഉണ്ട്. വേസ്റ്റാ സാറേ ഇത്? വേസ്റ്റോ? വേസ്റ്റ് ഇത് കളയാൻ വേസ്റ്റ് പബ്ലിക് സ്ഥലത്താണല്ലോ കൊണ്ടിരുന്നത്. സാർ അത് കളയാൻ ഒരു മാർഗം നോക്കട്ടെ. എല്ലായിടത്തും ക്യാമറ വെച്ചോക്കല്ലേ നിങ്ങള്? ക്യാമറ വെച്ചോണ്ടാണോ ഞങ്ങൾ ഇത് കണ്ടുപിടിച്ചത്? ഇപ്പം സാർ ഇതിപ്പോ എവിടെ കളയണം? ഞങ്ങൾ എവിടെ കളയണ്ട? കൂടെ മാറി നിൽക്കേ. സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ. ഞങ്ങളാണെങ്കിൽ സാധാരണക്കാരാ. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കാറ് മേടിക്കാനുള്ള ആസ്തി ഒന്നും ഞങ്ങൾക്കില്ല. എന്റെ ഭർത്താവ് ടൈലിന്റെ പണിക്ക് പോകുന്ന ആളാണ്. അതിന് ഞാനെന്ത് വേണം? ഞാനും ഞങ്ങളുടെ പിള്ളേരും എല്ലാരും കൂടെ എങ്ങനെ സാറേ ഈ സ്കൂട്ടറിൽ പോകുന്ന? ഇപ്പോഴത്തെ നിയമത്തിന് അതൊന്നും പറ്റത്തില്ലല്ലോ. സാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരാഴ്ച പണി ചെയ്തിട്ട് ശനിയാഴ്ച ദിവസമാണ് എന്റെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ വീട്ടിലോ വേറെ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേരെ വീട്ടിൽ ഇരുത്തിട്ട് പോകാൻ പറ്റുമോ സാറേ? ഒന്നാമത് ഇവിടെ പ്രഗ്നന്റ് കൂടാ. ഇനി അപ്പൊ 2 പിള്ളേരുണ്ട്. 2 പിള്ളേർ വീട്ടിലുണ്ട്. അവരെ ഇരുത്തിട്ടാണ് വന്നത്. ഇപ്പൊ ഇവള് പ്രഗ്നന്റ് കൂടാണ്. 3ാമത് പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആണ്. അതെ. ഇടാ, കുട്ടികൾ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് റോഡിൽ ക്യാമറ ഉണ്ടെന്ന് ഓർക്കണം. സാറ് എന്തോ വർത്തമാനം വരില്ല. അതെന്തോ പറയുന്നത് സാറേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് ഒന്ന് ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഈ ക്യാമറ ആലോചിക്കാൻ പറ്റുമോ? വീട്ടിൽ വന്ന് ഉറങ്ങുന്ന സമയത്ത് വീട്ടിൽ വന്ന് ഉറങ്ങണം. അപ്പൊ ക്യാമറയെ കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല. അതാണ് സംഭവം. എന്തുവാ സാറേ പറയുന്നത്?